ബ്രിട്ടീഷുകാർക്ക് പകരം ഭരിക്കുന്ന വടക്കേന്ത്യൻ ഭരണത്തിനകയില്ല. ഇതാണ് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് അവരുടെ ആശയപ്രചരണമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ഈ പറഞ്ഞ ചോദ്യം, ഇയാൾ ആദ്യം ചോദിച്ച ചോദ്യം മുഴുവൻ വരുന്നത്. അവർ ആദ്യം ഇവിടെ ഈ RSS എന്ന് പറഞ്ഞ സംഘടന കേരളത്തിനകത്ത് 10,000-ൽ ചില്ലുവാനും ശാഖകളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ആളെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവരെന്താ ചെയ്തത്? അയ്യപ്പ സേവാ സംഘം ഉണ്ടാക്കി, ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കി, ബാലഗോകുലം ഉണ്ടാക്കി, തപസ്യ ഉണ്ടാക്കി. ഇതുപോലുള്ള കേരളത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ അവർക്ക് മറ്റു തരത്തിൽ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ സാംസ്കാരിക മേഖലയിലൂടെയാണ് അവർ പെനിട്രേറ്റ് ചെയ്തത്. അങ്ങനെ ഇത്തരത്തിലുള്ള ആശയപ്രചരണങ്ങൾ മുഴുവനും ഒരു കാലത്ത് ഹരികഥ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അമ്പലങ്ങളിൽ മുഴുവനും കഥാപ്രസംഗത്തിനകത്ത് താമശോനെ പോലുള്ള ആൾക്കാർ കഥ പ്രസംഗിച്ച് ലോകവ്യാപകമായ ക്ലാസിക്സ് പഠിപ്പിക്കുന്ന ഇടമായിട്ട് കേരളം മുഴുവൻ മാറിപ്പോയിട്ടാണ്. അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്ന ആളുകൾ കൂടുന്ന ഇടമാണെന്നും ആ ഇടത്തിനകത്ത് സാംസ്കാരിക ഉന്നമനത്തിന് ലോകത്തെ സകല ക്ലാസിക്കും പഠിച്ച ഒരു ജനതയാണ് കേരളം. അന്നാ കരീനയൊക്കെ പറയുന്ന, അല്ലെങ്കിൽ റോമിയോ ജൂലിയറ്റ് പറയുന്നതിനെ പറ്റി വടക്കേ ഇന്ത്യയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം നിങ്ങൾക്ക്. കേരളത്തിലെ ജനതയ്ക്ക് എല്ലാം അറിയാം. വല്യമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും. കാരണം സാംബശിവനെ പോലുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഈ കഥാപ്രസംഗത്തിനകത്തൂടെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഈ പെനിട്രേഷൻ നടന്നത്. ഇയാൾ ഈ പറയുന്നത്, ഇപ്പം ഇയാൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രശ്നം അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വെറുതെ പോയി അമ്പലത്തിൽ തൊഴുതേച്ചൊക്കെ വരുന്ന പാവം പിടിച്ച മനുഷ്യരെ വീണ്ടും ഹരികഥ പഠിപ്പിക്കുന്നിടത്തേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. സകല ട്രഡീഷണൽ ആയിട്ടുള്ള സകല ഡാൻസും പാട്ടും സകല സാധനവും അവർ വീണ്ടും കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് അത്രയും വന്നത്? ഇത് നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടു പോയിരുന്നു. വികസിച്ച സമൂഹത്തിൻ്റെ ലക്ഷണമാണ് പഴയ ആരാധനാലയങ്ങളും നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പുതിയ സമൂഹം ഉണ്ടാവും. ഇപ്പോൾ യൂറോപ്പ് മുഴുവനും പള്ളി മുഴുവൻ പൂട്ടിപ്പോയി. പക്ഷേ കേരളത്തിൽ ഇഷ്ടം പോലെ പള്ളി ഉണ്ടാകുന്നില്ലേ? കാരണം ദാരിദ്ര്യമുള്ള ജനത ഈ ദൈവവിശ്വാസത്തിൽ നിൽക്കും. സോഷ്യൽ സെക്യൂരിറ്റി കൂടിയാൽ നിർത്തും. കാരണം എല്ലാവരും ഫോണും എടുത്ത് വിളിച്ച് പറഞ്ഞാൽ 911 വിളിച്ച് പറഞ്ഞാൽ ആംബുലൻസ് വരുമെന്നുണ്ടെങ്കിൽ കഴിയും. പിന്നെ ദൈവത്തിനെ വിളിച്ച് കരയത്തൊന്നുമില്ല, ഇൻഷുറൻസ് ഉണ്ടോയെന്ന് നോക്കത്തേ ഉള്ളൂ. ഇത്രയാണ് സംഭവിക്കുന്നത്. ഈ സ്ഥലം സംഭവിക്കുകയും ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് സംഭവിച്ചിട്ടുമില്ല. മറ്റേ സാധനം തുടരുകയും ചെയ്തപ്പോഴാണ് അവിടേക്കാണ് ഈ പുതിയ സകല സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അയാളൊന്ന് പരിശോധിച്ചാൽ ഇത് ഞാൻ ഈ പറയുന്നത് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇപ്പം നമ്മൾക്ക് ഒരു കാലം നമുക്ക് ഗണേശൻ ചതുർത്ഥി ഒന്നും നമ്മൾ ഒരു കാലത്തും ആചരിച്ചിട്ടേ ഇല്ല. ആകെ നമുക്കുണ്ടായിരുന്നത് ഓണവും ക്രിസ്മസും ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത്.